ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഗുജറാത്തിലെത്തിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്, ഏട്ടന് ഓഫാണ്. അപ്പോൾ ഇതാ എൻ്റെ ചെടിയൊക്കെ നല്ല രീതിക്ക് തന്നെ വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെടിയൊന്നും കുഴിച്ചെടുത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പുട്ടാക്കിയിട്ടുണ്ട്. പുട്ടിന് കറി എന്ത് വയ്ക്കുമെന്ന് ചിന്തിച്ച് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും മീനുണ്ടോ നോക്കാം, എന്നിട്ട് മീൻ വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള അമ്മയ്ക്ക് ഈ ഒരു മാസം കൂടി ഇവിടെ ഉണ്ടാവും. അവർക്ക് പോസ്റ്റിംഗ് വന്ന് അവർക്ക് മുംബൈയിലേക്കാണ് കേട്ടോ പോസ്റ്റിംഗ് വന്നിട്ടുള്ളത്, ഹോം സോണിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഈ ഒരു മാസം കൊണ്ട് പോവും. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ പുതിയ ആൾ അവിടെ വരും കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നച്ചുവിനെ ഇവിടെ ഉള്ള ഈ ഒരു സൈഡിൽ കാണുന്ന സ്കൂളാണ് ചേർത്താൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് കേട്ടോ, പ്ലേ സ്കൂള്. അങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു ഉള്ളിലൂടെയുള്ളൊരു വഴിയാണ് കേട്ടോ. മെയിൻ റോഡിലൂടെ മറ്റേ തിരക്ക് പിടിച്ച ആ റോഡിലൂടെ ഞങ്ങൾ പോയിട്ടില്ല. ഈ ഒരു ഇവിടുത്തെ ഒരു ഗ്രാമത്തിൻ്റെയും അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വീടുകൾക്കിടയിലൂടെയൊക്കെ ഉള്ളൊരു വഴിയുണ്ട്. അതിലൂടെ പോയാൽ പെട്ടെന്ന് എത്തും, കുറുക്ക് വഴി എന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ അതിലൂടെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇവിടെ ഒത്തിരി മാറ്റങ്ങൾ വന്നു കേട്ടോ. ഈ ഒരു 2 മാസം കൊണ്ട് അവിടെ കാണുന്ന ബിൽഡിങ്ങൊക്കെ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് അതിന് തറയിട്ടിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന് പെയിൻ്റൊക്കെ അടിച്ചു. ഇത് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 കൊല്ലം ആയല്ലോ. ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയത്. പിന്നെ ഇവിടെ പുതിയൊരു അമ്പലം വന്നു, ഒത്തിരി മാറ്റങ്ങൾ വന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ രാവിലെ നടക്കാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ. നടക്കാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനും അതേപോലെ തന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ വരാറുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിക്ക് മാറ്റം വന്നു. അതേപോലെ തന്നെ റോഡിനൊക്കെ വീതി കൂട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ റോഡ് സൈഡിലുള്ള കുഞ്ഞു കുഞ്ഞു കടകളും അതേപോലെ പാനിപ്പൂരിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൃഷിയൊക്കെ ഉള്ള സ്ഥലമൊക്കെ ആകെ ഇങ്ങനെ നികത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കനാലിലൊക്കെ ഉള്ള വെള്ളത്തിൽ നിന്നൊക്കെ അഴുക്കൊക്കെ എടുത്തിട്ട് മുകളിലേക്കൊക്കെ വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവിടെ ഒരു മാർക്കറ്റിൽ നിന്നൊന്നും പറയാനില്ല, ഒരു റോഡ് സൈഡിലൊരു മീൻ വിൽക്കുന്നൊരു സ്ഥലം കേട്ടോ. അവിടെ അത്യാവശ്യം നമുക്ക് വേണ്ട ചെറിയ ചെറിയ മീനും കിട്ടും, അതേപോലെ തന്നെ വലിയ വലിയ മീനും ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ വലിയ വലിയ മീനൊന്നും വാങ്ങാറില്ല. ഞങ്ങൾ ആകെ വാങ്ങുന്നത് ഞണ്ടും കൊഞ്ചിനുമാണ് കേട്ടോ. അപ്പം കൊഞ്ചൻ ചെമ്മീൻ കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെമ്മീനും ഒരു ഞണ്ടും വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾക്ക് അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെമ്മീനും അതേപോലെ തന്നെ ഒരു ഞണ്ടും വാങ്ങിച്ച് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. വീട്ടിൽ പച്ചക്കറി ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വരുമ്പം ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് അരിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു പാക്കറ്റ് ഒരു കുപ്പിയിൽ വെളിച്ചെണ്ണ, പിന്നെ ഏട്ടൻ്റെ അമ്മ കുറച്ച് കുരുമുളകൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമൃതം പൊടി, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് കൊണ്ടുവന്നത്. പിന്നെ തിരിച്ച് വരുന്ന ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്കൊരു നമ്മുടെ വത്തക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൊടുത്തപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഈ ഒരു കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കാമെന്ന്. അപ്പോൾ ഇവിടുന്ന് കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കാനുണ്ട്. ഇവിടെ ചില സ്ഥലത്ത് മറ്റേ ആ ഒരു ഇരുമ്പിൻ്റെ സംഭവത്തിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ടോ ജ്യൂസ് ഇങ്ങനെ ആക്കിയെടുക്കുക. ഇത് പക്ഷേങ്കിലും മരത്തിൻ്റെ അതിനെക്കൊണ്ട് ഇരുമ്പിൻ്റെ ആകുമ്പം ഒരു ഇരുമ്പിൻ്റെ ചൊവയുണ്ടാവും. ഇത് പക്ഷേ മരത്തിൻ്റെ അതിനെക്കൊണ്ടില്ലേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അവർ ഈ ഒരു കരിമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിലേക്ക് ചെറുനാരങ്ങയും അതേപോലെ തന്നെ കഷ്ണ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്യൂസിന് നല്ല ടേസ്റ്റാണ്. ഇവിടെ രാവിലെ തന്നെ അതിനെക്കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ എങ്കിൽ കുറച്ച് കഴിയുമ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കൊക്കെ കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ലൈനൊക്കെ ആയിരിക്കും, അത്രയ്ക്കും നല്ല തിരക്കാണ്. അത്യാവശ്യം എല്ലാവരും ഇവിടെ തന്നെയാണ് കേട്ടോ വന്നിട്ട് ഈ ഒരു ജ്യൂസ് കുടിക്കുക. കാരണം ഈ ഒരു മരത്തിൻ്റെ സംഭവത്തിൻ്റെ ഉള്ളിലൂടെ ആക്കുമ്പം ആ ഒരു ഇരുമ്പിൻ്റെ ചുവയും വരില്ല, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പ്യുവറായിട്ടുള്ളൊരു നല്ലൊരു ജ്യൂസ് കുടിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ഗ്ലാസ് ജ്യൂസും കുടിച്ചു. പിന്നെ അവിടുന്ന് നേരെ നച്ചുവിന് കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാട്ടുണ്ടായത്. കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മലയാളി പീടികയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരു പാക്കറ്റ് അച്ചാറും പിന്നെ കപ്പയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് വാങ്ങാൻ വേണ്ടിയിട്ടായിട്ട് ഇവിടെ പോയത് മലയാളി പീടികയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നോക്കിയപ്പം അവിടെ ഫുള്ള് വിഷുവിൻ്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര സങ്കടം. അതിൻ്റെ വിഷുവിന് ഞാൻ ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്, പക്ഷേ എങ്കിൽ നല്ല രസമായിരുന്നു. ഇപ്രാവശ്യം വിഷു ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കോട്ടപ്പയർ വാങ്ങിയിട്ടുണ്ട്, കക്കിരി വാങ്ങിയിട്ടുണ്ട്, ഒരു പപ്പായ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മലയാളി പീടികയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പഴമാണ് കേട്ടോ. ഈ ഒരു വത്തക്കയല്ലേ നമ്മുടെ നാട്ടിലിങ്ങനെ പൊട്ടിച്ചിട്ട് നോക്കി ഉള്ളിൽ
എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയിട്ട് തരുമെന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ എവിടുന്ന് വത്തക്ക വാങ്ങിച്ചാലും അവരിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നമുക്ക് കേടാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിറത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും വാങ്ങണ്ടല്ലോ. പിന്നെ ഈ ഒരു തോളൂര്, ഞാൻ എപ്പോഴും തോളൂരിൻ്റെ അച്ചാറാണ് കേട്ടോ വാങ്ങിക്കുക. അപ്പോൾ തോളൂരിൻ്റെ അച്ചാറും തോളൂരിൻ്റെ പുളിയിഞ്ചിയും പിന്നെ ചുട്ടരച്ച ചമ്മന്തിയും ഒക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണേ. പിന്നെ ഒരു കഷ്ണം കപ്പ വാങ്ങിയിട്ടുണ്ട്, പഴം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ മീൻ ഇതാണ് കേട്ടോ, ചെമ്മീനും അതേപോലെ തന്നെ ഞണ്ടും ഉണ്ട്. ഇനി ഇത് കറി വെച്ചിട്ട് ചായ ഉണ്ടാക്കണം, അല്ല ചായ കുടിക്കണം. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഈ ഒരു ചെമ്മീനും ആക്കണം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ദിവസവും നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇവിടെ വേറെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വീട്ടിലാകുമ്പം അമ്മേൻ്റെ അടുത്തൊക്കെ കഥയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. വീട്ടിലാകുമ്പം സമയം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഭയങ്കരമായിട്ട് ഞാൻ ഒറ്റപ്പെട്ട പോലെ എന്തൊക്കെയൊക്കെയോ മനസ്സിലെന്തൊക്കെയൊക്കെയോ എന്നെ അവൻ വിളിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഇന്ന് ദിവസം ഒരു 3-4 പ്രാവശ്യമൊക്കെ വിളിക്കും. ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ ആയിരുന്നു. ഇന്നലെ ഞാൻ ഏട്ടൻ രാത്രി ഒരു 9 മണിയൊക്കെ വരുമ്പോൾ ആ ടൈമിലൊക്കെ എനിക്ക് ഇവിടുന്ന് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.